ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. വൊളാട്ടിലിറ്റി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ടുള്ള സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ടേൺ അറൗണ്ട് സ്റ്റേജിലാണ്. ഒരു കൺസോളിഡേഷൻ മോഡിലേക്ക് ഇന്ത്യൻ മാർക്കറ്റ് മാറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിലെ എല്ലാ ഇൻഡെക്സുകളും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വാൾമാർട്ടിൻ്റെ റിസൾട്ടും ഗൈഡൻസാണ് അമേരിക്കൻ മാർക്കറ്റിലൊരു സെൽ ഓഫ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബാങ്ക് സ്റ്റോക്കുകളും താഴെ പോന്നിരിക്കുകയാണ്. അമേരിക്കയിലത്തെ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വരുന്നത് വീണ്ടും ഒരു വൊളാട്ടിലിറ്റിക്കുള്ള സാധ്യതകളാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ മിക്സഡ് ആയിരുന്നു. മെജോറിറ്റി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റുകളും ഇന്നലെ വീക്കായിരുന്നു. പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റ് ഫ്ലാറ്റാണ്. അതോടൊപ്പം തന്നെ ചൈനീസ് ഹോങ്കോങ് മാർക്കറ്റുകളെല്ലാം ബെറ്ററാണ്. ഇന്നലെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല വൊളാട്ടിലിറ്റി തന്നെയായിരുന്നു. ഓൾമോസ്റ്റ് മൈനർ ക്ലോസിംഗ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $2,955.8 പെർ ഔൺസ് ആണ് ഇന്നലെ ഹിറ്റ് ചെയ്ത റെക്കോർഡ് ഹൈ. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $2,938 പെർ ഔൺസ് ആണ് രാവിലെ 8 മണിക്ക്. അതോടൊപ്പം തന്നെ ഇന്നലെ ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് $2,973.4 പെർ ഔൺസ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $2,954 പെർ ഔൺസിനാണ്. അലുമിനിയം സിങ്ക് ആണ് നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ 86.56 US ഡോളറിന് അഗൻസ്റ്റ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് സ്ലൈറ്റ്ലി വീക്കാണ്. 86.57 മോർണിംഗിൽ. ഇനി ജപ്പാനിൽ നിന്ന് വരുന്ന ന്യൂസുകൾ, ജപ്പാനിലത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ജനുവരിയിൽ 4%, 3.6% ഡിസംബറിൽ. എബോവ് എക്സ്പെക്റ്റേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും കൂട്ടുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് ജപ്പാനിലുള്ളത്. ഈ ന്യൂസുകളെല്ലാം തന്നെ മാർക്കറ്റിൽ ഡിസ്കൗണ്ടഡ് ആണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് വരുന്ന മറ്റു ന്യൂസുകൾ, അമേരിക്കയിലെ മെജോറിറ്റി അനലിസ്റ്റുകളും പറയുന്ന S&P 500 20 പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ 19 പാരാമീറ്റേഴ്സുകളും ഓവർ വാല്യുവേഷനാണ് സൂചിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും അമേരിക്കൻ മാർക്കറ്റിൽ ചെറുതായിട്ടൊരു സെൽ ഓഫ് ഒക്കെ ഈ ന്യൂസ് ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫർദറും ഒരു വൊളാട്ടിലിറ്റി അമേരിക്കൻ മാർക്കറ്റിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. ട്രംപ് ഇപ്പോൾ പറയുന്നത് ചൈനയായിട്ട് താരിഫ് റിലേറ്റഡ് ഒരു അഗ്രിമെൻറ്റിൽ എത്തുന്നൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വൊളാട്ടിലിറ്റിക്കുള്ള കാരണമാണ്. പക്ഷേ ഇന്ത്യ അതുപോലെ തന്നെ മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊന്നും തന്നെ ഇതുകൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. അതോടൊപ്പം തന്നെ ചൈനയിലെ ഗവൺമെൻറ് വലിയ രീതിയിലുള്ള സ്റ്റിമുലസ് മെഷേഴ്സ് അനൗൺസ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഓൾറെഡി കൺസ്യൂമർ സ്പെൻഡിങ്ങിനുള്ള പല ആക്ഷൻസും ചൈനീസ് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാർച്ച് മാസത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിങ്ങിന് ശേഷം വലിയ അനൗൺസ്മെൻറ്റുകൾ വരുന്നതാണ് പറയുന്നത്. ഒപ്പം ഗോൾഡ്മാൻ സാക്സ് ഒക്കെ ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റിനെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. ചൈനീസ് മാർക്കറ്റുകൾ ഈ വർഷം 20-21% ചൈനീസ് ഇൻഡെക്സുകളൊക്കെ മുന്നേറുന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ആലിബാബയുടെ റിസൾട്ടും ഉണ്ടായിരുന്നു. ഇന്നലെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. ആലിബാബ ADRകൾ ഇന്നലെ അമേരിക്കയിൽ അറൗണ്ട് 8% മേലെയായിരുന്നു. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളിൽ ഹോങ്കോങ്ങിലൊക്കെ ആലിബാബ സ്റ്റോക്കും നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവെ ചൈനീസ് സ്റ്റോക്കുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളെല്ലാം പോസിറ്റീവാണ്. ചൈനീസ് മാർക്കറ്റും ചൈനീസ് എക്കണോമി റിക്കവറി ആണെങ്കിൽ തീർച്ചയായിട്ടും മെറ്റൽ സെക്ടറൊക്കെ നല്ല രീതിയിൽ മുന്നേറും. അത് പൊതുവെ ഇന്ത്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങൾക്കും പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഇനി ടെസ്ല Q3, അതായത് അടുത്ത ധനകാര്യ വർഷം Q3 ഇന്ത്യയിലേക്ക് ഇൻട്രൊഡക്ഷൻ സെയിൽസ് ആരംഭിക്കുന്നതാണ് പറയുന്നത്. തീർച്ചയായിട്ടും മറ്റ് EV കമ്പനികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കോമ്പറ്റീഷൻ വരെയാണ്. പക്ഷേ ഓൾറെഡി നമ്മുടെ ചൈനയുടെ ഏറ്റവും വലിയ EV മാനുഫാക്ചറിങ് കമ്പനിയെ BYD ഉണ്ട്. കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും തന്നെ ഇന്ത്യയിലത്തെ M&Mനോ ടാറ്റ മോട്ടോഴ്സിനോ ഇതുവരെ വന്നിട്ടില്ല. ഒരു കോമ്പറ്റീഷൻ കൂടും. അതിനനുസരിച്ച് ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു സെയിൽസ്
ആവും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. റെലിഗെയറിൻ്റെ ഓപ്പൺ ഓഫറൊക്കെ കഴിഞ്ഞോ ഡാബർ പ്രൊമോട്ടറായി മാറിയിരിക്കുകയാണ്. ഡാബർ പുതിയ ഫണ്ട് ഇൻഫ്യൂഷനൊക്കെ നടത്താം. അതുപോലെ തന്നെ അടുത്ത വർഷങ്ങളിലൊക്കെ ഈ കമ്പനിയുടെ പെർഫോമൻസും ബെറ്റർ ആവാനുള്ള സാധ്യതകളുണ്ട്. സെപ്റ്റംബറോട് കൂടി ഡാബറിൻ്റെ മറ്റ് NBSE ഒക്കെ റെലിഗെയറിൽ മെർജ് ചെയ്യാനുള്ള സാധ്യതകളും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും റെലിഗെയറിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. നമ്മുടെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ BSE നല്ല രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡ്മാൻ സാക്സ് ബൈ ചെയ്തിരുന്നു മിനിഞ്ഞാന്ന്. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് F&Oയിലേക്ക് വന്നിട്ടുള്ളൊരു സ്റ്റോക്കും കൂടിയാണ്. F&Oയിലും ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പോസിറ്റീവ് ന്യൂസാണ്. അപ്പോൾ കറണ്ട് ലെവലിൽ നിന്ന് BSE വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പം NSEയുടെ വാല്യുവേഷൻ റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. NSE ഇപ്പോൾ ഒരു ഷെയറിൻ്റെ വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ 1850 രൂപ പെർ ഷെയറാണ്. പുതിയ വാല്യുവേഷൻ റിപ്പോർട്ടുകൾ പല റിസർച്ച് ഹൗസുകളും പുറത്തുവിട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നത് 1 രൂപയാണ് ഫേസ് വാല്യൂ. അറൗണ്ട് 248 കോടി രൂപയാണ് ഇക്വിറ്റി ക്യാപിറ്റൽ NSEയുടെ. BSEയുടെ ഇക്വിറ്റി ക്യാപിറ്റൽ വരുന്ന 27 കോടിയാണ്. ഫേസ് വാല്യൂ രണ്ടും കൂടിയാണ്. വേദാന്ത 5 ഗിഗാവാട്ട് ന്യൂക്ലിയർ പവർ ജനറേറ്റ് ചെയ്യാനുള്ള ബിഡുകൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാപ്റ്റീവ് യൂസാണ്, അവരുടെ സ്വന്തം യൂസിന് വേണ്ടിയിട്ടുള്ള ബിഡിംഗ് ആണ്. 1 മാസത്തിനുള്ളിൽ ബിഡ് സമർപ്പിക്കണം എന്നുള്ള ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ബിഡിങ്ങിനനുസരിച്ചുള്ള മൂവ്മെൻ്റ് ഒക്കെ മറ്റ് സ്റ്റോക്കുകളിൽ കാണാം. ബിഡ് ചെയ്യുന്ന കമ്പനികളുടെ സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടായേക്കാം. അതോടൊപ്പം തന്നെ വേദാന്തയുടെ ഡീമർജറിന് ഷെയർ ഹോൾഡേഴ്സിൻ്റെയും കൂടി അപ്രൂവൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എക്സ്ചേഞ്ചുകളും NCLT ഫൈനൽ അപ്രൂവൽ കഴിഞ്ഞാൽ റെക്കോർഡ് ഡേറ്റ് അനൗൺസ്മെൻറ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. അടുത്ത മാസങ്ങളിൽ ഇതിൻ്റെ അനൗൺസ്മെൻറ്റുകളും വന്നേക്കാം. ഗബ്രിയൽ ഇന്ത്യ, സുബ്രോസ്, ആംബർ എൻ്റർപ്രൈസ്. ഗബ്രിയൽ ഇന്ത്യ റീസെൻ്റായിട്ട് വേറൊരു കമ്പനിയോട് അക്വയർ ചെയ്യുന്നു. പോസിറ്റീവ് ന്യൂസാണ്. ഈ കമ്പനിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ രംഗത്തുള്ള ഒരു കമ്പനിയാണ്. സസ്പെൻഷൻ രംഗത്ത് ഒരു മൊണോപ്പൊളി തന്നെയാണ്. അപ്പോൾ ഗബ്രിയലിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ വളരെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സുബ്രോസ് AC വെഹിക്കിൾ AC രംഗത്തുള്ള ഏറ്റവും നല്ലൊരു കമ്പനിയാണ്. ഏപ്രിൽ മുതൽ 2025 ഏപ്രിൽ മുതൽ ട്രക്ക് ക്യാബിനിൽ ഡ്രൈവർ ക്യാബിനിൽ മുഴുവൻ AC വരണം. AC ഘടിപ്പിക്കുന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും സുബ്രോസ്, ആംബർ എൻ്റർപ്രൈസസ് ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. LNTക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഹിൻഡാൽക്കോയിൽ നിന്നാണ്. ഗ്രീൻഫീൽഡ് അലുമിനിയം റിഫൈനറി പ്ലാന്റ് ഒറീസയിൽ നിർമ്മിക്കുന്നതിനാണ് LNTനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. TCSും സെയിൽസ് ഫോഴ്സും ആയിട്ട് ടൈപ്പ് വന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പൊതുവേ നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് കാണാനായിട്ട് സാധിക്കും. മാർക്കറ്റ് ഒരു ടേൺ അറൗണ്ട് സ്റ്റേജിലാണ്. ഗ്ലോബലി വലിയ രീതിയിലുള്ള സെൽ ഓഫ് ഒക്കെ വരികയാണെങ്കിൽ അതിൻ്റേതായ ചെറിയ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായേക്കാം. അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ചയിൽ നമ്മുടെ Q3 GDP ഡാറ്റയും വരികയാണ്. RBI ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ഹാഫ്, അതായത് Q3യും Q4ഉം ഇൻക്ലൂഡ് ചെയ്യുന്ന ഹാഫിൽ GDP ബെറ്റർ ആയിരിക്കുന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ Q to Q GDP റേറ്റ് ബെറ്റർ ആവാനാണ് ചാൻസസ് കൂടുതൽ. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പോസിറ്റീവ് ആയിരിക്കും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ. കാരണം നമ്മുടെ മാർക്കറ്റ് വളരെ താഴെ ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 5 ഇയർ വാല്യുവേഷനടുത്താണ് നിഫ്റ്റി സെൻസസ് ഒക്കെ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് വാല്യുവേഷനും കംഫർട്ടബിൾ ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളും ഫർദർ മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ റിക്കവറി സമയത്ത് നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ 3-4 ഘട്ടമായിട്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങുന്നൊരു ഡിസിഷൻ നന്നായിരിക്കും. നമുക്ക് മാർക്കറ്റിൽ ഒരു വൊളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം ട്രംപിൻ്റെ ന്യൂസ് ഫ്ലോസ് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നില്ല. എന്നിരുന്നാലും അതിൻ്റേതായ ഒരു ചെറിയ വൊളാറ്റിലിറ്റി ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ നമ്മുടെ മാർക്കറ്റിലും വന്നേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ല ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.